വെൽക്കം ടു എഡെക്സ് ലേണിംഗ് അല്ലേ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ 2 ക്ലാസ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. എഡാറ്റ് കാറ്റിൻ്റെ സ്കോളർഷിപ്പ് എക്സാമിന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ക്ലാസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 9 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസും ചെയ്തു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള 9 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 9 × 3 എത്ര കിട്ടി? 9 × 3 പറഞ്ഞോ, 27 മാർക്ക് എന്ത് ചെയ്തു, നമ്മൾ സ്കോർ ചെയ്തു ഓൾറെഡി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, DA ഇതുവരെ DA അല്ലേ, കണക്ക് മാക്സ് എന്തേനും മാക്സ് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലായിരുന്നു പോയത്. നമുക്ക് അതിൽ നിന്നൊരു ചേഞ്ച്, ഒരു മാറ്റം. എന്താണ് അടുത്ത സെറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ലോജിക്കൽ റീസണിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്, അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അത് ക്യൂബ് എന്ന് പറയുന്ന അല്ലേ. എന്ത് ക്യൂബാ? നമ്മുടെ മറ്റേ സ്ക്വയർ, പവർ 4 ആ സംഭവം അല്ല. ക്യൂബ് നമ്മളെ റുബിക്സ് ക്യൂബ് നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ കളിച്ചിട്ടുള്ള കാര്യം, നമ്മളെല്ലാവരും എന്താണ് യൂസ് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് എന്ന് പറയുന്നത്, റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന്റെ കുറച്ചൊരു 4-5 പോയിന്റ്, സപ്പോസ് ഒരു 5 മാക്സിമം പോയ ഒരു 5 പോയിന്റ്സ്, ഈ 5 പോയിന്റ്സ് അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ 10 to 15 വരെയുള്ളത് നമ്മൾ എന്തിനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എ ക്യൂബ് ഈസ് പെയിന്റഡ് സച്ച് ദാറ്റ് one pair of opposite faces is yellow, another pair is orange and the final pair is white. It is then sliced into 125 smaller identical cubes. ഓക്കെ, നേരത്തെ സാറില്ലേ ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഇയാളല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞത് എന്ത്, റുബിക്സ് ക്യൂബ് ആണ്, അതിൽ 6 കളർ ഉണ്ട്, ഇവിടെ 3 കളറല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പ്രശ്നമില്ല, നമുക്ക് അത് ആ ഒരു പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്താൽ മതി. നമുക്ക് നോക്കാം. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ക്യൂബിനെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ക്യൂബ് വരക്കാം. ഞാൻ അത്ര വലിയ ഡ്രോ ചെയ്യാൻ പറ്റുന്ന ആളൊന്നല്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. നമുക്ക് നോക്കി നോക്കാം വരുന്നുണ്ടോ ഷേപ്പ് എന്നുള്ളത്. ഓക്കെ, സപ്പോസ് ഇതൊരു ക്യൂബ് എന്നുള്ളൊരു ഇല്ലേ, കാണാനൊക്കെ ഒരു ശൈലുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ക്യൂബ് ആണെന്നുള്ളത് അത് ജീവിച്ചു പോകണ്ടേ, അതിന് വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടി. ഓക്കെ, എന്നാലും അത് മനസ്സിലായാലും ഒരു ക്യൂബ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂബിനെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്, 1 pair of opposite faces is yellow. ഓക്കെ, അപ്പോൾ ഒരു പെയർ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഓപ്പോസിറ്റ് പെയർ ആയിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, യെല്ലോ കളർ. അപ്പൊ ഞാനിവിടെ ടോപ്പിൽ യെല്ലോ എടുത്തു. ടോപ്പിൽ യെല്ലോ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് അത് ബോട്ടാണ്. അത് ആർക്കും അറിയാം, നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ടോപ്പിൽ എന്ത് ചെയ്തു, യെല്ലോ, എങ്കിൽ ബോട്ടത്തിൽ എന്താണ്, യെല്ലോ. അടുത്തത് അനദർ പെയർ ഈസ് ഓറഞ്ച്. ഓക്കെ, എങ്കിൽ ഈ ഒരു സൈഡ് ഓറഞ്ച്, അതായത് ക്യൂബിന്റെ റൈറ്റ് സൈഡിൽ ഓറഞ്ച്, എങ്കിൽ റൈറ്റിന്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ്, ആ ലെഫ്റ്റിൽ എന്തായിരിക്കും, ഓറഞ്ച്. ഓക്കെ, ഇനി അടുത്തത് ആൻഡ് ദ ഫൈനൽ പെയർ ഈസ് വൈറ്റ്. ഏതാ ഫൈനൽ പെയർ? ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും. അപ്പൊ ഫ്രണ്ടിൽ വൈറ്റ് ആണെങ്കിൽ ബാക്കിൽ എന്താണ്, വൈറ്റ്. അത് തന്നെ. അപ്പൊ കഴിഞ്ഞു. ഇനി ഇറ്റ് ഈസ് then sliced into 125 smaller identical cubes. ഇതിനെ 125 എന്താണ് സ്മാളർ ആൻഡ് ഐഡന്റിക്കൽ പീസസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഓക്കെ, 125 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ഡിസ്കസ് ചെയ്യാം, കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ക്യൂബിന് നമുക്ക് 3 ഡയറക്ഷനാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ലെങ്ത്തിലും വിഡ്ത്തിലും ഹൈറ്റിലുമാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതെങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് എന്തിട്ടും, ഈ 3 ഡയറക്ഷനിൽ കട്ട് ചെയ്താൽ നമുക്ക് എന്തിട്ടും, ചെറിയ സ്മാൾ ആൻഡ് ഐഡന്റിക്കൽ പീസസ് നമുക്ക് കിട്ടും. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് 125 പീസസ് കിട്ടിയെന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു കട്ടിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് അതിൽ എന്ത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പെന്നുണ്ട്. സപ്പോസ് ഈ ഒരു പെന്നിനെ ഞാൻ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. ഇത് ഞാൻ കട്ട് ചെയ്യില്ല, ജസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇത് കട്ട് ചെയ്താൽ നമ്മുടെ CEO ജോമീനെ എടുത്തിട്ട് അടിക്കും. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് 2 പീസ് കിട്ടും അല്ലേ. ഈ ഒരു പെന്നിനെ ഞാൻ വീണ്ടും കട്ട് ചെയ്താലോ, 3 പീസാണോ 4 പീസാണോ, കമന്റ് ചെയ്യണേ. 3 പീസാണോ 4 പീസാണോ എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. 3 പീസേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കട്ടാണെന്നുണ്ടെങ്കിൽ 2 പീസ്, അപ്പോൾ 2 കട്ടാണെന്നുണ്ടെങ്കിൽ 3 പീസ്. അപ്പൊ എനിക്ക് എന്ത് പറയാം, n കട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ n പ്ലസ് നമ്പർ ഓഫ് പീസസ് എനിക്ക് കിട്ടും. അതെങ്ങനെ, ഒരു ഡയറക്ഷനിൽ കട്ട് ചെയ്താൽ പ്ലസ് സെക്കൻഡ് ഡയറക്ഷനിൽ ഞാൻ കട്ട് ചെയ്യാണ്, അവിടെ എനിക്ക് എന്താണ്, n കട്ടാണെന്നുണ്ടെങ്കിൽ n+1 പീസസ് കിട്ടാം. അടുത്തത് തേർഡ് ആണെങ്കിലോ, അവിടെ എനിക്ക് എന്താണ്, തേർഡ് ഡയറക്ഷനിലും കട്ട് ചെയ്യുമ്പോൾ എന്താണ്, n കട്ട് പ്ലസ് 1. ഇപ്പൊ ടോട്ടൽ എനിക്ക് എന്താ കിട്ടുന്നത്, 125 പീസസ്. ഓക്കെ, ഇതാണ് എനിക്ക് എന്ത് പറഞ്ഞത്, കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് കേസസിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് 3 ഡയറക്ഷനിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 125 കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, n+1 ഇൻറ്റു n+1 ഇൻറ്റു n+1 ഈസ് ഈക്വൽ ടു 125 എന്ന് പറയാം.
അതായത് 3 ഡയറക്ഷനിലെയും നമ്പർ ഓഫ് പീസസ് മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് കിട്ടും? 125 കിട്ടും. ഓക്കെ, എങ്കിൽ 125 എന്ന് പറയുന്നത് എന്താണ്? 3 വാല്യൂസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എനിക്ക് 125 കിട്ടണം. സിമ്പിൾ ആണ്. തന്നിട്ടുള്ള നമ്പർ ഓഫ് പീസസ്, ടോട്ടൽ നമ്പർ ഓഫ് പീസസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വാല്യൂവിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ, പെർഫെക്റ്റ് ക്യൂബ് ആണെങ്കിൽ അത് നമ്പർ എടുത്ത് എഴുതിയാൽ മതി. 125 എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് ക്യൂബാ. ഏതിന്റെ? 5ന്റെ. പഠിച്ചിരിക്കണം. ഒരു 1 മുതൽ ഒരു 15 വരെയെങ്കിലും ക്യൂബ്സും അതുപോലെ ഒരു 1 to 13 വരെ എന്താണ് നമ്മൾ സ്ക്വയേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. നിർബന്ധമാണ്, കമ്പൽസറി ആണ്. അതെന്തായിരിക്കണം? മസ്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് നമുക്ക് എല്ലാ പ്രോബ്ലംസും എന്താണ് വളരെ കോൺഫിഡൻറ്റ് കൂടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വരെ 5 വരെ ഉള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ? 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് എന്ന് പറയുന്നത് 27ഉം 4 ക്യൂബ് 64ഉം 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് പറയാം? 5 × 5 × 5 ഈസ് ഈക്വൽ ടു 125. അപ്പോൾ എനിക്ക് ഓരോ ഡയറക്ഷനിലും കിട്ടുന്ന നമ്പർ ഓഫ് പീസസ് എന്ന് പറയുന്നത് 5 ആണ്, 5 ആണ്, 5 ആണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും റുബിക്സ് ക്യൂബ്, ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? റുബിക്സ് ക്യൂബിന്റെ കേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റുബിക്സ് ക്യൂബ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതിൽ യെല്ലോ ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, ഓറഞ്ച്, ഗ്രീൻ, റെഡ് ഒക്കെ കളേഴ്സ് ഉണ്ടാവും അല്ലേ? ആരെയും സോൾവ് ചെയ്തിട്ടുണ്ടോ? കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറെ നോക്കിയിട്ടോ, തോറ്റു പോയതാ, ഞാൻ നിർത്തി പിന്നത്. ഓക്കെ, എന്തായാലും അത് പോട്ടെ, നമ്മൾ ചർച്ച വിഷയമല്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ റുബിക്സ് ക്യൂബിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കാം എന്തൊക്കെ അതിലുണ്ട്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു അല്ലേ? ഓരോ പേയേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ബോട്ട് ആണെന്നുണ്ടെങ്കിൽ ബോട്ടം, ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ്, ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ബാക്ക്. ടോട്ടൽ എത്രയായി? 6 സൈഡ് അല്ലെങ്കിൽ 6 ഫേസസ് ആണ് ഉള്ളത്. ഓക്കെ, 6 ഫേസസ് എന്നാ പറയാം നമ്മൾ കേട്ടോ. എന്താണ്? പെയർ അല്ലെങ്കിൽ സൈഡ് അല്ല പറയാ, 6 ഫേസസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ക്യൂബിന്റെ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് പറഞ്ഞോ അടുത്ത അതന്നെ. എത്ര കോർണർ അല്ലെ? ഒരു ക്യൂബിന് കോർണർ ഉണ്ടാവും. കോർണർ അല്ലെ? കണ്ടിട്ടില്ലേ കോർണർ? ഓരോ ക്യൂബിന് ഇങ്ങനെ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിന് 4 കോർണർ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂബിന് എത്ര കോർണർ ഉണ്ടാവുക? ടോപ്പിലാണ് 1 2 3 4, ബോട്ടത്തിൽ 1 2 3 4, 8 ആയി. നിങ്ങൾക്ക് ഫ്രണ്ടിലാണോ, ബാക്കിലാണോ, സൈഡിലാണോ, ലെഫ്റ്റ് സൈഡിലാണോ? വേണ്ട. കാരണം എന്താ? ഈ പറഞ്ഞിട്ടുള്ള കോർണേഴ്സ് തന്നെയാണ് ഈ ഏത് സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? 8 കോർണേഴ്സ് ആണുള്ളത്. ഇനി അടുത്തൊരു ഫീച്ചർ എന്താ? ഫീച്ചർ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? സൈഡ് പറഞ്ഞു, ഫേസസ് പറഞ്ഞു, അതുപോലെ കോർണേഴ്സ് പറഞ്ഞു. ഇനി നമുക്കുള്ളത് എഡ്ജിന്റെ കേസിലോട്ട് വരുമ്പോൾ. ഓക്കെ, എഡ്ജിന്റെ കേസിലോട്ട് വരുമ്പോൾ എത്ര എഡ്ജ് ഉള്ളത്? ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതൊരു എഡ്ജാ, ടോട്ടൽ മുകളിൽ തന്നെ 4, ബോട്ടത്തിലാണെന്നുണ്ടെങ്കിൽ എന്തായി? 4 8. ഇനി എനിക്ക് ഫ്രണ്ടിൽ 2 എണ്ണിയാൽ മതി, കാരണം മുകളിലത്തും താഴത്തെ ഞാൻ ഓൾറെഡി എണ്ണിയതാ. അപ്പൊ ഫ്രണ്ടിൽ 2, ബാക്കിലും അതേമാതിരി 2, ടോട്ടൽ 12 എഡ്ജസ്. 12 എഡ്ജസ്. ഈ ഒരു 3 പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ക്യൂബിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നമ്പർ 10 പോവാം. ഹൗ മെനി ഓഫ് ദ സ്മാളർ ക്യൂബ്സ് ഹാവ് ഓൾ ദ 3 കളർ ഓൺ ദം? അല്ലെ, 3 കളറുള്ള എത്ര സ്മാളർ ക്യൂബ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഒരു റുബിക്സ് ക്യൂബിന്റെ 3 കളറും കാണുന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? അതിന്റെ കോർണറിലാണ് അല്ലെ? അപ്പൊ ഇവിടെ ആ 3 കളർ കാണുന്നുണ്ട്, എന്താണ്? കോർണർ തന്നെ. നമുക്കറിയാം എത്ര കോർണേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു? 8 എണ്ണം. അതന്നെ ആൻസർ. ഓപ്ഷൻ ഡി എന്താണ്? ആൻസർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ഹൗ മെനി ഓഫ് ദ സ്മാളർ ക്യൂബ്സ് ഹാവ് എക്സാക്ട്ലി 2 കളർ ഓൺ ദം? എക്സാക്ട്ലി 2 കളർ. എക്സാക്ട്ലി പോയിന്റ് ശ്രദ്ധിക്കണം, വേർഡ് ശ്രദ്ധിക്കണം. എക്സാക്ട്ലി 2 എന്താണ്? എക്സാക്ട്ലി 2 കളർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ എന്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്? 3 കളർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനിപ്പോ ഒരു ഫേസ് എടുത്തു. സപ്പോസ് ഞാനൊരു ക്യൂബിന്റെ ഒരു ഫേസ് മാത്രം എടുത്തു, ഫ്രണ്ടോ ഏത് ഫേസ് ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഞാനൊരു ഫേസ് മാത്രം എടുത്തത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ എഡ്ജിൽ ഒരു ഫ്രണ്ട് എഡ്ജും അതുപോലെ ഒരു സൈഡ് എഡ്ജും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കളർ കാണാം, ഇപ്പുറത്തൊരു കളർ കാണാം. സ്വാഭാവികമായിട്ടും എഡ്ജിലൊക്കെ എന്താണ്? 2 കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 2 കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ? പക്ഷെ ഇവിടെ നമുക്ക് കോർണേഴ്സ് എടുക്കാൻ പറ്റുമോ? ഈ കോർണേഴ്സ് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ എന്താ? അവിടെ എക്സാക്ട്ലി 3 കളേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസ് എന്താണ് മറ്റേതിന് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു കോർണർ ആണ്, ഒരു എഡ്ജിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? n-2 ആയിരിക്കും എന്തുണ്ടായിരിക്കുക? നമ്പർ ഓഫ് പീസസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്യൂബ്സ് ഉണ്ടായിരിക്കും n-2. കാരണം ഈ കോർണർ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഈ കോർണറും പോയി കഴിഞ്ഞാൽ ഈ ഒരു എഡ്ജിൽ പിന്നെ രണ്ടും നമ്മൾ മൈനസ് ചെയ്തിരിക്കണം.
അങ്ങനെ നമുക്ക് എത്ര ഉണ്ട് 12 എണ്ണം. അപ്പൊ 12 കൊണ്ട് മൾട്ടിപ്പിളും ചെയ്യണം. മനസ്സിലായോ? 12 എഡ്ജിൽ നിന്ന് നമുക്ക് കിട്ടില്ല n-2. അപ്പോൾ 12 ഇൻറ്റു n എത്രയായിരുന്നു 5 - 2. ഓക്കെ, n-2 എത്ര കിട്ടും 12 ഇൻറ്റു 3 എത്രയാണ് 12 ഇൻറ്റു 3 അതന്നെ 36 തന്നെ. ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ ആണ് 36. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേ റിലേറ്റ് ചെയ്ത് വരുന്ന സെയിം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മെനി ഓഫ് ദ സ്മാളർ ക്യൂബ്സ് ഹാവ് ഓൺലി യെല്ലോ ആൻഡ് വൈറ്റ് ഓൺ ദം? യെല്ലോ വൈറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. യെല്ലോയും വൈറ്റും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നേരത്തെ നമ്മൾ എക്സാക്ട്ലി 2 കളേഴ്സ് പറഞ്ഞത്. അവിടെ ഏതൊക്കെ വരാം? ഓറഞ്ച് യെല്ലോ, ഓറഞ്ച് വൈറ്റ്, യെല്ലോ വൈറ്റ്. ഇത് അവിടെ നമുക്ക് എക്സാക്ട്ലി വരുന്ന 3 കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നോക്കാൻ, എത്ര വൈറ്റും യെല്ലോയും മാത്രം വരുന്നുണ്ട് നോക്കണം. അതായത് യെല്ലോയും വൈറ്റും വരുന്ന എഡ്ജുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എടുക്കാം. ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു ക്യൂബ് ഡ്രോ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ക്യൂബിൽ ടോപ്പിൽ യെല്ലോ എങ്കിൽ ബോട്ടം യെല്ലോ ആണ്. ഈ ഒരു സൈഡ് വൈറ്റും ഈ ഒരു സൈഡ് വൈറ്റും. സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര എഡ്ജസ് വരും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 2 താഴെ 1 3 ഇവിടെ 1 4 എഡ്ജസ്. അപ്പോൾ 4 എഡ്ജ് വരുന്നുള്ളൂ. ഈ 4 എഡ്ജിൽ നിന്ന് നമുക്ക് എത്ര ക്യൂബ്സ് കിട്ടും? നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഫേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർണറിൽ നമ്മൾ എന്താണ് എക്സാക്ട്ലി 3 ആണ്. അപ്പൊ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാക്ട്ലി 2ന്റെ കേസിലോ അല്ലെങ്കിൽ ഓൺലി യെല്ലോ ആൻഡ് വൈറ്റിന്റെ കേസിലോ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താണ് n-2 നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആൻസർ കിട്ടുള്ളൂ. അപ്പൊ 4 × 3 = 12. ഓപ്ഷൻ നമ്പർ എ അല്ലേ? 12ന്റെ ആൻസർ 12 തന്നെ. എന്താ രസം അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13 പോവാം. ഹൗ മെനി ഓഫ് സ്മാളർ ക്യൂബ്സ് ഹാവ് നോ കളർ ഓൺ ദം? ഓ, നല്ലൊരു ക്വസ്റ്റ്യനാ അല്ലേ? നമുക്കൊന്ന് നോക്കാം. കളർ ഒന്നും പാടില്ല. നമ്മൾ റൂബിക്സ് ക്യൂബ് നിങ്ങൾ ആരെങ്കിലും പൊട്ടിച്ച് നോക്കിക്കണം. ഇതൊക്കെ മെയിൻ പണി അതിന് പൊട്ടിച്ച് നോക്കും. കാരണം ഇത് ചെയ്തിട്ട് റെഡി ആവില്ല. അപ്പൊ തന്നെ പൊട്ടിച്ച് നോക്കിയിട്ട് ഞാൻ എന്താ കേട്ടോ റീഅറേഞ്ച് ചെയ്യും. അപ്പൊ എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമ്മളത് പൊട്ടിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും എന്താ അതിൻ്റെ ഉള്ളിൽ കളർ ഉണ്ടാവില്ല. അതേ ഒരു അവസ്ഥയാണ് ഇവിടെ എന്താണ് അതിന്റെ മുകൾ ഭാഗം എന്താണ് ഫുള്ള് പെയിന്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കണേ. സ്വാഭാവികമായിട്ടും അതിന്റെ എന്താണ് ഔട്ടർ ലെയർ മാത്രമാണ് കളർ. ഇന്നർ സൈഡിലോട്ട് കളർ ആയിട്ടുണ്ടാവോ, ഇന്നർ ലെയറിലോട്ട് കളർ ആയിട്ടുണ്ടാവോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ഔട്ടർ ലെയർ ഇങ്ങനെ പറിച്ച് മാറ്റി കളഞ്ഞാൽ മതി. എങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് അത്? n-2ന്റെ ക്യൂബാ. അപ്പൊ എന്താണ് n-2? n5 ആണ് നമുക്കറിയാം. -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 ക്യൂബ്. നേരത്തെ ക്യൂബ് ഉണ്ട് അല്ലേ? 3 ക്യൂബ് 27. ഓപ്ഷൻ ഡി. ആൻസർ വളരെ സിമ്പിളാ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. ഹൗ മെനി ഓഫ് ദ സ്മാളർ ക്യൂബ്സ് ഹാവ് ഓൺലി ഓറഞ്ച് കളർ ഓൺ ദം? ഓറഞ്ച് കളർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓറഞ്ച് കളർ ഉള്ളത് നമുക്കറിയാം എവിടെ ഉണ്ടാവുക. ഇപ്പൊ ഓറഞ്ചിന് ഒരു ഫേസ് ഫ്രണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലും ഒരു ഫേസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് പെയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ അറിയാം, രണ്ട് ഫേസസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് ഫേസസിലും ഓറഞ്ച് കളറും ഉണ്ടായിരിക്കും. ഈ എഡ്ജിൽ വേറെ ഏതെങ്കിലും ഒരു കളർ ഉണ്ടായിരിക്കും, കോർണറിൽ വേറെ കളറും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളോട് പറഞ്ഞത് ഓൺലി ഓറഞ്ച് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് എന്തെടുക്കാൻ പറ്റില്ല, ഈ ഒരു എഡ്ജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എഡ്ജും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഏരിയ മാത്രമാണ് എനിക്ക് എന്തുണ്ടാവുള്ളൂ, ഓൺലി ഓറഞ്ച് അല്ലെ. ഓരോ ഫേസിന്റെയും മിഡിൽ പോർഷൻ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ n-2ന്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പൊ രണ്ട് ഫേസ് ഉള്ളത്, രണ്ട് ഫേസിൽ നിന്ന് എന്താണ് n-2ന്റെ ഹോൾ സ്ക്വയർ എനിക്ക് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് 2 × 3 സ്ക്വയർ എത്രയാണ്? 2 × 18 സോറി 2 × 9 = 18. ആൻസർ ബി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടോ, ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ ഒരേ കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ലോജിക് ഉണ്ടല്ലേ, ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് നല്ല ലോജിക്ക് വെച്ചിട്ട് ചെയ്യാനുള്ളതല്ലേ. ആ ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓഫ് ദ സ്മാളർ ക്യൂബ്സ് ഹാവ് എക്സാക്ട്ലി 1 കളർ ഓൺ ദം? 1 കളർ, ഒരു ഒറ്റ കളർ ഉണ്ടാകാൻ പാടുള്ളൂ. എക്സാക്ട്ലി 1 ഒറ്റ കളർ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ഓറഞ്ച് ആവാം, യെല്ലോ ആവാം, വൈറ്റ് ആവാം, ഇതിൽ ഏതെങ്കിലും ഒരു കളർ ആവാം. രണ്ട് രീതിയിൽ പറഞ്ഞുതരാം, സിമ്പിൾ ആക്കി ഞാൻ പറഞ്ഞുതരാം. ഓറഞ്ച് മാത്രം നമ്മൾ എത്ര പറഞ്ഞത് 18. എങ്കിൽ യെല്ലോ 18 തന്നെയാണ്, വൈറ്റും 18 തന്നെയാണ്.
എങ്കിൽ നമുക്ക് ആൻസർ എത്രയായിരിക്കും? ഇവിടെ ആൻസർ എത്രയായിരിക്കും? കൂട്ടി നോക്കിയാൽ മതി. 18 18 36 36 18 46 54. ഓക്കെ, 54 ഓപ്ഷൻ സി. ഇനി വേറെ രീതിയിൽ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഓരോ ഫേസിന്റെയും മിഡിലാണ് നമ്മൾ പറഞ്ഞത്. ആ മിഡിൽ കാണാനുള്ള ഭാഗം എന്ന് പറയുന്നത് n-2ന്റെ ഹോൾ സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എങ്കിൽ എനിക്ക് 6 ഫേസ് കൊടുത്താൽ പോരെ? 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പോരെ? 6 ഇൻറ്റു അല്ലെ 6 ഇൻറ്റു 9 ആൻസർ 54. പക്ഷെ ഈ ഒരു ലോജിക്ക് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇക്വേഷന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ളത്. ഇതുപോലെ കുറെ എന്താ പറയാ ഷോർട്ട് കട്ടുകൾ, ഓരോ കാര്യത്തിന് ഷോർട്ട് കട്ടുകൾ എന്തുണ്ട് ക്യൂബ്സിന്റെ കേസിലുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് കുറെ പ്രാക്ടീസ് ചെയ്യണം ക്യൂബിന്റെ കേസിൽ. പക്ഷെ നിങ്ങൾ ഒരു സെറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്യൂബ് നിങ്ങൾക്ക് എന്താ പറയാ ചിന്തിക്കുന്നേ വേണ്ട. പിന്നെ റിവേഴ്സ് ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്തില്ല, റിവേഴ്സ് ചെയ്യേണ്ട സമയം കൂടി നിങ്ങൾ അതിന് എന്ത് ചെയ്യേണ്ട, സ്പെൻഡ് ചെയ്യാൻ ആവശ്യമില്ല. കാരണം അത്രയും മൈൻഡിൽ ഉണ്ടാവും. അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാ ക്യൂബ്. എടുത്താലും എന്താണ് കൊതി തീരാത്തൊരു ടോപ്പിക്. അത്രയും കാര്യങ്ങളും നമുക്ക് എന്താണ് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.